യേശു പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഉണർവോടെ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം, ഇന്ന് നിങ്ങൾ ഉറങ്ങരുത്. അതിനുവേണ്ടിയാ 3 പേരെ തന്നോട് ചേർത്ത് തന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയത്. പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടായ്മ വേണ്ടേ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണ്ടേ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കൂടെ നിർത്തിയതാ. പക്ഷെ അവർ യേശുവിൽ നിന്ന് അകലെയാണ്. കാരണം യേശുവിനോടൊപ്പം ഇരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം യേശു മുട്ടുകുത്തുന്നു, കരങ്ങൾ ഉയർത്തുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ശരീരം ഭയങ്കര ക്ഷീണമാണ്. ഈ ക്ഷീണം അവർ ഇങ്ങനെ ചിന്തിക്കുക, യേശു പ്രാർത്ഥിക്കട്ടെ, ക്ഷീണമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യേശു പ്രാർത്ഥന നിർത്തി. കാരണം എന്തേ? തൻ്റെ അരുമ ശിഷ്യർ ഉറങ്ങുന്നത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടോ? 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 ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ ഇത്ര ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈശോ, ഒരുപക്ഷെ അവരുടെ കൂർക്കം വലിയായിരിക്കാം ഈശോ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. അതുകൊണ്ട് ഈശോ വന്ന് ചോദിക്കുക, നിങ്ങൾ ഉറങ്ങുകയാണോ? ഹല്ലേലൂയ, ഉറങ്ങുകയാണോ? എന്താ ഈ ചോദ്യത്തിന്റെ അർത്ഥം? ഇത് ഉറങ്ങേണ്ട സമയം അല്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ വിളിച്ചത് ഉറങ്ങാനല്ല വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അരുമ ശിഷ്യരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഉറങ്ങാനല്ല ഞാൻ വിളിച്ചത്. ഉറങ്ങാനായിരുന്നെങ്കിൽ ഇതാ വേറെ എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് അവരും നിങ്ങളോടൊപ്പം ഉറങ്ങട്ടെ എന്ന് എനിക്ക് പറയാമായിരുന്നല്ലോ. ഇത് ഉറങ്ങേണ്ട സമയമല്ല. ഹല്ലേലൂയ, ഇത് ഉറങ്ങാൻ പറ്റിയ രാത്രിയല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര രാത്രികൾ ഉറങ്ങിയിട്ടുണ്ട്, പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയാകരുത്. ഇന്ന് ഉറക്കമിളക്കേണ്ട രാത്രിയാണ്. പ്രിയപ്പെട്ടവർ, എത്ര നാൾ നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ട്, ഉപവസിക്കാതിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു പലരും ചോദിച്ചിട്ടുണ്ട്. ഫരിസേയർ വന്ന് ചോദിച്ചില്ലേ യേശുവിനോട്? ഇതാ നിയമജ്ഞർ വന്ന് ചോദിച്ചില്ലേ യേശുവിനോട്? യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ടല്ലോ, ഫരിസേയർ ഉപവസിക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷെ നിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് അവരോട് പ്രാർത്ഥിക്കാൻ അങ്ങനെ നിർബന്ധിക്കാത്ത യേശു ഇന്ന് നിർബന്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിർബന്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തന്നോട് ചേർന്നിരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആദ്യത്തെ സ്റ്റെപ്പ് അവരുടെ മനസ്സില്ലായ്മ, ശരീരത്തിന്റെ ക്ഷീണം, ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ നോക്കി യേശു പറഞ്ഞു, വീണ്ടും ഉണരുക, വീണ്ടും ഉണരുക. ഇനി ഉറങ്ങരുത്. ഉറങ്ങിപ്പോയെങ്കിൽ എന്നാ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചോ? അതും ചെയ്തില്ല. ഉറങ്ങിയവരെ പിന്നെ വീണ്ടും എന്തിനാ ഉണർത്തിയത്? കാരണം ഉണർന്നിരിക്കുവാൻ തന്നെ. ഹല്ലേലൂയ. സംശയമുണ്ടോ? സംശയിക്കേണ്ട കാര്യമുണ്ടോ? സംശയിക്കേണ്ടതുണ്ടോ? കാരണം ഈ രാത്രി ഉറങ്ങാനുള്ള രാത്രിയല്ല, മാറി നിൽക്കാനുള്ള, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിൽ നിന്ന് തൻ്റെ സ്നേഹം ലോകത്തിന് പകുത്തു കൊടുക്കുവാൻ, തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുവാൻ ഈശോ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. അപ്പോൾ ഈ സമയത്ത് യേശുവിൽ നിന്ന് മാറി നിന്ന് തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, തൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണത്തിനനുസരിച്ച്, തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മാറി നിൽക്കുവാനുള്ള സമയമല്ല ഇത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ചെയ്യാനിരിക്കുന്നത്, ഈശോ ചെയ്യാനിരിക്കുന്നത്, ഈശോയ്ക്ക് ചെയ്യേണ്ട ദൗത്യം വലുതാ. ലോകത്തിന്റെ മുഴുവൻ രക്ഷയാണ് ഈശോയുടെ പ്രാർത്ഥനയിൽ. ലോകരുടെ മുഴുവൻ പാപത്തിനുള്ള പരിഹാരത്തിന് ഒരുങ്ങുകയാണ് ഈശോ. ഈ സമയത്ത് കൂടെ ഇരിക്കാൻ പറഞ്ഞ ശിഷ്യന്മാർക്ക് പറ്റുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വിളിയാണ്, ഈ പ്രത്യേകമായ ഒരു ആകർഷണമാണ്, പ്രത്യേകമായി ചേർന്നിരിക്കുവാനുള്ള, പ്രത്യേകമായി ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ വിളി. ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള യേശുവിൻ്റെ സ്നേഹം യേശു മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പോവുകയാണ്. ഈ സമയത്ത് വിളിച്ചിരിക്കുന്നു. ഈ വിളി ഉത്സാഹമില്ലാതെ, നിരുത്സാഹത്തോടെ, അങ്ങനെ വ്യർത്ഥമായി, ആഗ്രഹമില്ലാതെ അങ്ങനെ മാറി നിൽക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അവൻ നമ്മളെ വിളിക്കുന്നു. അവൻ വിളിക്കുന്നു. എന്നിട്ട് ഉറങ്ങുകയാണോ? നീ കൂർക്കം വലിക്കുകയാണോ?
നീ കൊട്ടുവായിട്ട് കൊണ്ടിരിക്കുകയാണോ? നീ ഇങ്ങനെ തളർന്നിരിക്കുകയാണോ? ഹല്ലേലൂയ. നോ, അനുവദനീയമല്ല. ഇത് ശരിയായ നിലപാടല്ല. ഇത് ശരിയായ കാര്യമേ അല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉണരുക. ഹല്ലേലൂയ. ഇതാണ് ശുശ്രൂഷകനോട് ദൈവം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഏതോ ഒരു ദിവസത്തിന് വേണ്ടിയല്ല, എന്നേക്കുമായി എപ്പോഴും എല്ലായ്പ്പോഴേക്കും വേണ്ടിയുള്ള സന്ദേശമാണ്. നീ എഴുന്നേൽക്കുക, നീ ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക, ശക്തി പ്രാപിക്കുക. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. എന്താണ് ചെയ്യേണ്ടത്? ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക, ശക്തി പ്രാപിക്കുക. ഹല്ലേലൂയ. 3 കാര്യം പറഞ്ഞ: ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക, ശക്തി പ്രാപിക്കുക. മൂന്നാമത്തെ കാര്യം പരസ്പരം കൈ കൊടുത്ത് പറഞ്ഞ്: നീ ശക്തി പ്രാപിക്കുക, നീ ശക്തി പ്രാപിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പറയാ: നീ ശക്തി പ്രാപിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഒരു ഉറക്കം നമ്മുടെ കഴിഞ്ഞെങ്കിൽ, ഒരു ഉറക്കം കഴിഞ്ഞു, ഒന്ന് ഉണർന്നു. യേശു ശിഷ്യന്മാരെ നോക്കി അവർ ഉറങ്ങുന്നത് കണ്ട് ഈശോയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറങ്ങുന്നത് ശരിയല്ല, ഉണരണം. വീണ്ടും യേശു ഓർമ്മിപ്പിച്ചു: ഉണർന്ന് പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ വീഴും. പ്രലോഭനങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. പ്രലോഭനങ്ങളുടെ ഇടയിൽ, പ്രലോഭനങ്ങളുടെ അകത്ത് നിങ്ങൾ വീഴും. നിങ്ങൾ അകത്ത് നിൽക്കേണ്ടവരല്ല, പ്രലോഭനങ്ങളിൽ വീണ് കഴിയേണ്ടവരല്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രലോഭനങ്ങളെ കാൽ കീഴിലാക്കേണ്ടവരാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് വീഴാനല്ല നിങ്ങളെ വിളിച്ചത്, പ്രലോഭനങ്ങളെ അതിനെ കാൽ കീഴിലാക്കാനാണ് ഞാൻ വിളിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ശരീരത്തിന് ക്ഷീണമാണ്, ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി നിൽക്കരുത്. വിളിച്ചവൻ വിശ്വസ്തനാ, അതുകൊണ്ട് അവൻ ബാക്കിയെല്ലാം ചെയ്യും. സൈന്യം വലുതോ ചെറുതോ എന്നുള്ളത് ദൈവസന്നിധിയിൽ അപ്രധാനമായ കാര്യമാണ്. കണ്ടു നമ്മൾ, മോശ കരങ്ങളുയർത്തി ജോഷ യുദ്ധം ചെയ്യുന്നു, ദൈവം ഇറങ്ങി വരുന്നു, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ബലഹീനതയിൽ ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഉറക്കം ഒരു ആദ്യത്തെ സ്റ്റെപ്പ്. യേശു അവരെ നോക്കി, അവരെ ഉണർത്തി. ഇനി ഉണരുക, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏതായാലും ഉറങ്ങി, ഏതായാലും നിങ്ങൾ ക്ഷീണമൊക്കെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഉറങ്ങി. പക്ഷേ ഇത് അനുവദനീയമല്ല. വീണ്ടും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഉണരുക. ഹല്ലേലൂയ. വീണ്ടും എന്താ പറയുന്നത്? വീണ്ടും ഞാൻ നിങ്ങളോട് ഇതേ കാര്യം ആവശ്യപ്പെടുന്നു, ഉണരുക. ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്തുള്ളവരുടെ കൈ കൊടുത്ത് പറയാ: വീണ്ടും ഉണരണം. ഒരു ഉണർവ് പോരാ, വീണ്ടും. കാരണം ഈ ഉണർവ് നമ്മൾ അറിയാതെ വീണു പോകുന്ന നമ്മുടെ വീഴ്ചകൾ, നമ്മൾ അറിഞ്ഞോ അറിയാതെ പോകുന്ന വീഴ്ചകൾ, അവിടെ വീണ് പിന്നെ ഇനി എഴുന്നേൽക്കണോ വേണയോ പലർക്കും ഇതങ്ങ് നിർത്തിയേക്കാം. പ്രാർത്ഥനാ ജീവിതം, ശുശ്രൂഷ ജീവിതം ഒരു വിരസതയായി മാറി. പർവ്വതം പോലെ പ്രതിസന്ധികൾ നിൽക്കുന്നു. ഉറങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. ഉറക്കെ പറ: ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും കൈ കൊടുത്ത് പറയാ: വീണ്ടും ഉണരണം, വീണ്ടും ഉണരണം. എങ്ങനെ ഉണരണം? ശക്തി, വീണ്ടും ശക്തി പ്രാപിച്ച് വീണ്ടും ഉണരണം. ഹല്ലേലൂയ. 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 കാരണം നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഗണ്ഡിക്കണം. നീ അത് ഗണ്ഡിക്കും. കാരണം നീ എൻ്റെ ദാസനാ, ഞാനത് നടത്തിത്തരും. ഇത് കർത്താവിൻ്റെ ദാസരുടെ പൈതൃകമാണത്. പരമ്പരാഗതമായി വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ അങ്ങനെ ദൈവം അത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ ശക്തിയല്ല വലുത്, ദൈവത്തിന്റെ ശക്തിയാണ് വലുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം വീണ്ടും വീണ്ടും ഉണർവിന് വേണ്ടി, ഉണർത്താൻ വേണ്ടി, ഉണർവ് നൽകാൻ വേണ്ടി വീണ്ടും വീണ്ടും വിളിക്കുക. വീണ്ടും ഉണരുക. പോയോ? ഇടയ്ക്ക് വെച്ച് നിർത്തിയോ? ഇടയ്ക്ക് വെച്ച് നീ യുദ്ധം മതിയാക്കിയോ? ഇടയ്ക്ക് വെച്ച് നീ പിന്മാറാൻ തുടങ്ങിയോ? പിന്തിരിയരുത്, വീണ്ടും നീ ഉണരണം. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. രണ്ടാം വട്ടം പ്രിയപ്പെട്ടവരെ, ഒരു തവണ ഉണർത്തി, ശിഷ്യഗണത്തെ ഉണർത്തി, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യേശു പ്രാർത്ഥിക്കാനായി മുട്ടുകുത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ യേശു എന്താ കാണുന്നത്? കൂടെ പ്രാർത്ഥിക്കാൻ വിളിച്ചവർ, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടവർ, തന്നോടൊപ്പം പ്രാർത്ഥിക്കേണ്ടവർ
അവർ വീണ്ടും കൂർക്കം വലിച്ചുറങ്ങുന്നു. ഹല്ലേലൂയ. ചെയ്യേണ്ട ഡ്യൂട്ടി എന്താ പ്രിയപ്പെട്ടവരെ? ചെയ്യേണ്ട ദൗത്യം എന്താണ്? വലിയ ദൗത്യമാണുള്ളത്. അത് എന്നേക്കുമായി ചെയ്യേണ്ട പ്രവൃത്തിയാണത്. ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയല്ല ഇത്. ആത്മാക്കളെ നേടുവാൻ, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ച് ആത്മാക്കളെ നേടുവാൻ അവസാന ആത്മാവിനെയും നരകത്തിൽ നിന്ന് വേർപെടുത്തി സ്വർഗം നിറച്ച് അവസാന വ്യക്തി വരെയും ലോകത്തിൻ്റെ രക്ഷകനായ ഭൂമിയിൽ ഇറങ്ങി വന്ന് രക്ഷ നൽകിയ പാപം ഏറ്റെടുത്ത് പാപത്തിന് വേണ്ടി മരിച്ച് രക്ഷകനായ യേശുവിനെ പ്രകീർത്തിക്കണം. ഹല്ലേലൂയ. അതിന് ഈ ഉറക്കം തൂങ്ങികൾ അതിനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? മൊത്തം അങ്ങ് ഉറങ്ങിപ്പോവും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് വീണ്ടും ഉണരണം. പ്രവർത്തനങ്ങളിൽ ആരെ പോലെയാകണം? സിംഹത്തെ പോലെയാണ്. ഇരയാകരുത്, ഇര പിടിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പലരും ഇരയായി മാറുകാൻ പോകുന്നു. പലരും ഇരയാകാനായിട്ട് ഇഷ്ടപ്പെടുക. ഹല്ലേലൂയ. 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 രണ്ടാം വട്ടം തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുകയാണ്. ഇപ്പോൾ ഈശോയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നില്ലേ? ഇത്രയും ക്ഷീണമായിട്ടാ, ഇവർക്ക് അറിവില്ലാത്തത് കൊണ്ടാ, പരിചയമില്ലാത്തത് കൊണ്ടാ ഇങ്ങനെയൊരു അവരുടെ ജീവിതചര്യ, ഇങ്ങനൊരു പ്രാർത്ഥിക്കുന്ന, ഉറക്കം വിളയ്ക്കുന്ന, മുട്ടുകുത്തുന്ന അങ്ങനെ ഒരു സ്വഭാവം ഇവർക്കില്ല. അതുകൊണ്ട് ഇവരെ അങ്ങ് വിട്ടേക്കാം, ഞാൻ ഒറ്റയ്ക്കുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ഈശോയ്ക്ക് ചിന്തിക്കാമായിരുന്നില്ലേ? പക്ഷെ ചിന്തിച്ചില്ല. കാരണം ഇവരുണരണം. ഹല്ലേലൂയ. ഇവരുണരണം. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ചോദിക്കുന്നത്, നമ്മളോട് പറയുന്നത് തന്നെ, നിങ്ങൾ ഉണരണം, നിങ്ങൾ വീണ്ടും ഉണരണം, ഉറങ്ങരുത്. ഹല്ലേലൂയ. ഈശോ വീണ്ടും നോക്കി. ഇവരുണരുമോ? ഉണരുന്നില്ല. ഇവർ സ്വയമേ ഉണരില്ല. അതുകൊണ്ട് രണ്ടാമതും ഈശോ വിളിച്ച് ഉണർത്തുന്നു. അവരോട് വീണ്ടും ഉണർത്തിയിട്ട് ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ ഉറങ്ങുകയാണോ? ഹല്ലേലൂയ. ഉറങ്ങാൻ പറ്റിയ സമയമല്ല, വിശ്രമിക്കേണ്ട സമയമല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കാലച്ച കേൾക്കുന്നില്ലേ? കാഹളധ്വനി മുഴങ്ങിയില്ലേ? പിന്നെ എന്ത് വീണ്ടും ഇത്രമാത്രം അടുത്തെത്തിയിട്ടും ഇതെന്ത് നിങ്ങൾ ഉണരാത്തത്? എന്താ ഇത് നിങ്ങൾ കാണാത്തത്? എന്താണ് നിങ്ങൾ ശ്രവിക്കാത്തത്? ഹല്ലേലൂയ. കാണാൻ ഇനിയും കണ്ണ് തുറക്കാൻ പറ്റാത്തത് എന്തേ? കാണാൻ പറ്റാത്തത് എന്തേ? ഇതൊന്നും കേൾക്കാൻ പറ്റാത്തത് എന്തേ? അവൻ വിളിക്കില്ലേ? അവൻ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? അവർക്ക്, തൻ്റെ അരുമ ശിഷ്യർക്ക് യേശു പ്രാർത്ഥിക്കുന്നത് എന്താണ്? യേശു ചെയ്യാൻ പോകുന്നത് എന്താണ്? ഉള്ളിൽ ഇപ്പോഴും അവരുടെ ഉള്ളിൽ അതൊന്നും മനസ്സിലായിട്ടില്ല, അവർക്ക് പറ്റുന്നില്ല. ഹല്ലേലൂയ. ഈശോ അവർക്ക് നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ വിട്ടേക്കാം, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചേക്കാം. യേശു അങ്ങനെ ഉപേക്ഷിക്കാനും തയ്യാറല്ല. ഈശോ ശുശ്രൂഷയ്ക്കായി വിളിച്ച തൻ്റെ മക്കളെ, ശുശ്രൂഷയ്ക്കായി, ആത്മീയ പ്രവർത്തനങ്ങൾക്കായി, ആത്മീയ രക്ഷയ്ക്കായി, ശുശ്രൂഷയ്ക്കായി വിളിച്ച മക്കളെ കൈവിടാൻ ഈശോയ്ക്ക് ഇഷ്ടമല്ല. വീണ്ടും വീണ്ടും വരും. പ്രിയപ്പെട്ടവരെ, രണ്ടാമതും വിളിച്ചുണർത്തി. ഹല്ലേലൂയ. നിങ്ങൾ ഉറങ്ങുകയാണോ? ഉണർത്തി പറഞ്ഞതെന്താ? പരീക്ഷയിൽ നിങ്ങൾ വീണുപോകും, പ്രലോഭനങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് വീഴ്ചകൾ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കുക. നിങ്ങൾക്ക് ആത്മീയ രക്ഷയ്ക്കായി, നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായും അനേകരുടെ ആത്മാക്കളെ നേടുവാനുള്ള ആത്മരക്ഷയ്ക്കായും ഒരു ശക്തി ഈ പ്രാർത്ഥനയിലൂടെയാണ് ലഭിക്കുക. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഈ രാത്രി ഉറക്കം വിളിച്ചിരുന്ന് പ്രാർത്ഥിക്കാനാണ്. ഈ പ്രാർത്ഥനയിലാണ് ശക്തി ഉണ്ടാകാൻ പോകുന്നത്. ഈ പ്രാർത്ഥനയിലാണ് ദൈവത്തോട് വിധേയത്വപ്പെടാൻ പറ്റുന്നത്. ഈ പ്രാർത്ഥന വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം തുടങ്ങുന്നത്. ഈ സ്നേഹം തുടങ്ങുമ്പോൾ നിങ്ങളെ തന്നെ മറക്കാൻ തുടങ്ങും. ഈ സ്നേഹം വന്നു കഴിയുമ്പോൾ നിങ്ങളെ തന്നെ മറക്കാൻ തുടങ്ങും. നിങ്ങളെ ശരീരത്തെ നിങ്ങൾ ത്യജിക്കാൻ തുടങ്ങും. ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വെക്കാൻ തുടങ്ങും. ഈ ഭൂമിയിലുള്ള ഈ കുറ്റി വേരെ, ഭൂമിയിൽ ആഴ്ന്നിരിക്കുന്ന കുറ്റി വേരെ, അതായത്
സ്വർഗവുമായി ബന്ധപ്പെട്ടല്ല നമ്മുടെ ചിന്തകളെങ്കിൽ, സ്വർഗവുമായി ബന്ധപ്പെട്ടല്ല നമ്മുടെ ആത്മീയ വീക്ഷണമെങ്കിൽ, വെറുതെ ഒരു സോഷ്യൽ വർക്ക് പോലെ കുറേയൊക്കെ നന്മയുണ്ടാകണം, കുറേ പേർക്കൊക്കെ നന്മ ചെയ്യണം, ഇങ്ങനെയൊരു ലക്ഷ്യമാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൽ വീഴ്ചകളുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ഈ പൂർണ്ണമായ ദൈവ ആശ്രയത്വം, വിധേയത്വം വന്ന് അങ്ങനെ ഉണർന്നിരുന്ന് സ്നേഹിച്ച് നിങ്ങളെ തന്നെ ത്യജിച്ച് നിങ്ങളെ തന്നെ മറന്ന് ദൈവരാജ്യത്തെ നിർമ്മിക്കാൻ വേണ്ടി, ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ഈ സ്നേഹം അപരനിലേക്ക്, നഷ്ടപ്പെടുന്ന ആത്മാക്കളിലേക്ക് ഒഴുകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതും നിർദ്ദേശം കൊടുത്ത ഈശോ നോക്കുകയാ. ഈശോ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോ പ്രാർത്ഥന നിർത്തുന്നില്ല. ഈശോ മടുപ്പ് അങ്ങനെ മടുത്തതായിട്ട് അങ്ങനെ സൂചിപ്പിക്കുന്നില്ല. ഞാൻ മടുത്തു, നിങ്ങൾ ഉറങ്ങാല്ലേ, ഞാനും മടുത്തു, എനിക്കും വയ്യ, അങ്ങനെ ഈശോ പറഞ്ഞില്ല. ഹല്ലേലൂയ, ഇത് ഞാൻ കുടിക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ പിതാവിനോട് ഞാൻ സമർപ്പണമുള്ളവനാണ്, എൻ്റെ പിതാവിനോട് ഞാൻ വിധേയത്വമുള്ളവനാണ്. ഇത് വേണമെങ്കിൽ കഴിയുമെങ്കിൽ പോട്ടെ, എന്നിൽ നിന്ന് മാറട്ടെ, അതൊന്നുമല്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അതെന്താണോ അത് നിറവേറണം, എനിക്കിത് നേടണം. ഏത് നേടണം? പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ലോകത്തിലുള്ള സകല ആത്മാക്കളെയും നേടണം. ഈ ശക്തി കിട്ടുന്നത് പ്രിയപ്പെട്ടവരെ രാത്രി ഉറക്കമിളച്ച് ഇത്രയും വലിയ ലക്ഷ്യത്തിന് മുൻപിൽ ഈ ലക്ഷ്യത്തെ എങ്ങനെ അത് മുൻപോട്ട് പോകുവാൻ, ഈ ലക്ഷ്യത്തിനനുസരിച്ച് മുൻപോട്ട് പോകാനുള്ള ശക്തി എങ്ങനെ കിട്ടും, അതാണ് യേശു അവിടെ ശിക്ഷഗണത്തിന് പറഞ്ഞു കൊടുക്കുന്നതും നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തി തന്നതും. പ്രിയപ്പെട്ടവരെ മൂന്നാം പ്രാവശ്യം ഈശോ വരികയാണ്. ഹല്ലേലൂയ, മൂന്നാം പ്രാവശ്യവും യേശു പറഞ്ഞത് നിങ്ങൾ ഉറങ്ങുകയാണോ? ഹല്ലേലൂയ, നിങ്ങൾ ഉറങ്ങുകയാണോ? ഹല്ലേലൂയ. മൂന്നാം പ്രാവശ്യത്തെ വചനത്തിൽ നിന്നാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കാണുന്നത്. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് എന്ന് പറഞ്ഞ് യേശു അവരിൽ നിന്ന് മാറി. ഹല്ലേലൂയ, എന്നെ അവരോട് യേശു പറഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവരോട് ദൈവം പറഞ്ഞെങ്ങനെയാണോ ഇടയ്ക്കൊക്കെ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് അനുസരിച്ചും പിന്നെ ക്ഷീണം തോന്നുമ്പോൾ ശരീരത്തിൻ്റെ പ്രേരണയ്ക്ക് അനുസരിച്ചും പറഞ്ഞിട്ടുണ്ടോ? വചനം എന്താ നമ്മൾ പഠിക്കുന്നത്? വചനത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് യേശു നോക്കിയപ്പോൾ ഉറങ്ങാം, ഞാനും ഉറങ്ങിയേക്കാം. ഞാൻ ഈ ഗെത്സമനിയില് ഈ വ്യാഴാഴ്ച രാത്രി, ഈ പെസഹയുടെ ഈ രാത്രിയിൽ ഞാനും ഒരു പക്ഷേ ഉറങ്ങിയേക്കാം. എൻ്റെ ശരീരവും ബലഹീനമാണ്. പക്ഷേ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതയെ, എനിക്ക് ആത്മാക്കളോടുള്ള ദാഹം എത്രയാണ്, അത്രമാത്രം എനിക്ക് എൻ്റെ ശരീരത്തോട് സ്നേഹക്കുറവുണ്ട്. അത്രമാത്രം എനിക്ക് എൻ്റെ ശരീരത്തെ ത്യജിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ആത്മാക്കളോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള വിധേയത്വം അത്രമാത്രം എന്നിലുള്ളത് കൊണ്ട് എനിക്ക് ഈ ശരീരത്തിൻ്റെ പ്രവണതയെ, ശരീരത്തിൻ്റെ ഇഷ്ടത്തെ, ശരീരത്തിൻ്റെ ആഗ്രഹത്തെ വിട്ടുകൊടുക്കാതെ, അത് ത്യജിക്കാതെ എനിക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തന്നോട് ചേർന്നിരിക്കാനാണ് ഇവരെ വിളിച്ചത്, പ്രാർത്ഥിക്കാൻ അവരെ വിളിച്ചത്, ഈ ശക്തി സ്വീകരിക്കാനാണ് വിളിച്ചത്. ശരീരത്തിൻ്റെ, ജഡത്തിൻ്റെ പ്രവണതകളെ പിൻചൊല്ലാനല്ല ഇവരെ വിളിച്ചത്. നിങ്ങളുടെ ആത്മാവ് സന്നദ്ധമാണല്ലോ. ആത്മാവ് സന്നദ്ധമാണെങ്കിൽ എന്തുകൊണ്ട് ശരീരത്തിൻ്റെ പ്രവണതകളെ നിങ്ങൾ പിൻചൊല്ലുന്നു? എന്തുകൊണ്ട് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു? കാം, വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂസിഫൈഡ്, സ്വയം കുരിശിൽ തറച്ചിരിക്കുന്നു. ആരാണ് യേശുവിനുള്ളവർ? ആരാണ് അവനോട് കൂടെ നിൽക്കാനുള്ളവർ? ആരാണ് അവൻ്റെ ഈ സ്നേഹം പ്രതിഫലിക്കാനുള്ളവർ? അവർ അവനോട് ചേർന്നിരിക്കുന്നു. എങ്ങനെ ചേർന്നിരിക്കുന്നു? കുരിശോട് ചേർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. जो मसीह का है, क्रूस पर अपना जीवन बलि चढ़ाया है, कामनाओं वासनाओं
സ്വന്തം ശരീരത്തിന്റെ മോഹങ്ങളെ, വാസനകളെ, ആഗ്രഹങ്ങളെ അവൻ പിരിച്ചൊല്ലുന്നില്ല. അവൻ അത് കുരിശിൽ തറച്ചിരിക്കുന്നു. കാരണം അവൻ യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഗലേഷ്യൻസ് 5-ാം അധ്യായം 24-ാം തിരുവചനം, യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 3-ാം തവണയും യേശു പറയുക ശിഷ്യരോട്, 3-ാം പ്രാവശ്യവും യേശു പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഉണർന്നിരിക്കുക, ഉണർന്നിരിക്കുക. ഉണർന്നിരിക്കാൻ നിങ്ങൾക്കൊരു സൂത്രവാക്യം ഈശോ നിങ്ങൾക്കൊരു സൂത്രവാക്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ആത്മാവ് സന്നദ്ധമാണല്ലോ. നിങ്ങൾക്ക് ഉറങ്ങാൻ, നിങ്ങളുടെ ശരീരം ഉറങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ക്ഷീണമാണ്, പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ തളർന്ന മനസ്സുമായി നീ നിൽക്കുമ്പോൾ, നിന്റെ ശരീരം നിന്നെ പ്രേരിപ്പിക്കുമ്പോൾ, നിനക്ക് ആത്മാവിൻ്റെ പ്രേരണയെ പിൻചെന്നുകൂടെ? നഷ്ടപ്പെടുന്ന ആത്മാക്കളെ നിനക്ക് നോക്കിക്കൂടെ? നഷ്ടപ്പെട്ട ആത്മാക്കളെ നിനക്ക് വിലപിക്കാൻ, നിനക്ക് പ്രാർത്ഥിക്കാൻ എന്താ വിഷയമില്ലേ? ഉറങ്ങാനുള്ള സമയമാണോ ഇത്? ഇതാ വിശ്രമിക്കാനുള്ള സമയമാണോ ഇത്? നീ കാണുന്നില്ലേ? നീ നോക്ക്, നോക്ക്, പാടം വിളവുകൾ നിറഞ്ഞു നിൽക്കുകയല്ലേ? ആരുണ്ട് കൊയ്യാൻ? നശിക്കുന്ന ആത്മാക്കളെ, നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കണ്ടിട്ട് നിനക്ക് കരയാൻ പറ്റുന്നില്ലേ? വീണ്ടും ഉറങ്ങുകയാണോ? ഉറക്കം വരുന്നുണ്ടോ? വീണ്ടും ഉറങ്ങാനാണോ നിനക്ക് താല്പര്യം? പ്രിയപ്പെട്ടവരെ, ആത്മാവ് സന്നദ്ധമല്ലേ? ആത്മാക്കളെ നേടുവാനുള്ള ദാഹം, ആത്മാക്കൾക്കുമായിട്ടുള്ള ദാഹം, ആത്മാവിനോടുള്ള സ്നേഹം എന്ത് നിന്റെ ഉള്ളിലില്ലാത്തത്? നീ ഉണരുക. നിന്റെ ശരീരത്തെക്കുറിച്ച്, നിന്റെ ശരീരത്തിന്റെ ബലഹീനതകളെക്കുറിച്ച്, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിന്റെ ആഗ്രഹങ്ങളെ നീ എങ്ങനെ കാണണം? അത് സ്വർഗത്തിലേക്ക് നോക്കുക. എന്നിട്ട് നിന്റെ പ്രതിസന്ധികളെ, നിന്റെ ആഗ്രഹങ്ങളെ സ്വർഗത്തോട് തുലനം ചെയ്യുക. സ്വർഗം കിട്ടണം. എനിക്ക് എൻ്റെ ആത്മാവിനെ നേടണം, എൻ്റെ ആത്മാവിനെ സ്വർഗത്തിന് വേണ്ടി നേടണം. ഒപ്പം ഞാൻ നഷ്ടപ്പെടുന്ന ആത്മാക്കളെ പ്രതി ഞാൻ കരയുന്നവനായി, വിലപിക്കുന്നവനായി, ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഉണർവോടെ നിൽക്കുന്നവനായി, ആത്മീയ യുദ്ധത്തിൽ മുന്നണി പോരാളിയായി ഞാൻ നിൽക്കണം. ഹല്ലേലൂയ. നമ്മൾ നിൽക്കണം പ്രിയപ്പെട്ടവരെ. ഈ വിളി ഈശോ വിളിക്കുക, ശിഷ്യന്മാരെ വിളിക്കുക. അതുകൊണ്ട് ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി നിൽക്കുക എന്നുള്ളതല്ല. സൈന്യം എത്ര ചെറുതോ വലുതോ എന്നുള്ളത് എത്രയോ അപ്രധാനമായ കാര്യമാണ്. നീ എന്തിനെയാ ഭയക്കുന്നത്? എന്താ നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയം? ആരാണ് നിന്നെ ഭയപ്പെടുത്തുന്നത്? നിന്റെ കൂടെ ആരാണുള്ളത്? ഹല്ലേലൂയ. നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയം എന്താണെന്നുള്ളതല്ല നീ ചിന്തിക്കേണ്ടത്, ആരാണ് നിന്റെ കൂടെ? ആരാണ് നിന്റെ കൂടെ? പ്രിയപ്പെട്ടവരെ, ശിഷ്യഗണത്തിന് തൻ്റെ ആരുമ ശിഷ്യർക്ക് വീണ്ടും വീണ്ടും ദൈവം ഓർമ്മിപ്പിച്ചു, പ്രാർത്ഥിക്കാതെ പറ്റത്തില്ല, ഉണരാതെ പറ്റത്തില്ല, ആത്മാവിൻ്റെ പ്രേരണയെ പിൻചൊല്ലാതെ പറ്റത്തില്ല. ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ആത്മാവിൻ്റെ പ്രേരണകളെ പിൻചൊല്ലാതെ, ശരീരത്തിൻ്റെ പ്രേരണകളെ പിൻചൊല്ലിക്കൊണ്ടുള്ള ഒരു ലൈഫ്, അങ്ങനെ ഒരു ജീവിതം, അങ്ങനെ ഒരു ജീവിതചര്യ നിനക്ക് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം മനസ്സിലാക്കിയപ്പോൾ പൗലോസിലേക്ക് ഇനി വേറൊന്നും പറയാനില്ല. ഞാനിതാ എൻ്റെ ജീവിതം ഇനി മുതൽ ഞാനല്ല, യേശു എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശു എന്നിൽ ജീവിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിന് വിശ്രമം കൊടുക്കും. ശരീരം ആഗ്രഹിക്കുന്നതിനനുസരിച്ച്, ശരീരം ദാഹിക്കുന്നതിനനുസരിച്ച് എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ ഞാൻ വളച്ച് പിരിച്ച് തളച്ച് അങ്ങ് കെട്ടിയിട്ടപ്പെട്ട അവസ്ഥയിൽ അങ്ങ് ഞാൻ ഇടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഉണരണം, ഉണർന്ന് ശക്തി ധരിക്കണം, ഉണർന്ന് ശക്തി ധരിക്കണം. എന്നിട്ടോ ഈ ആത്മാവിൻ്റെ ദാഹം, ആത്മാവിൻ്റെ അഗ്നി അനേകരിലേക്ക് പടരണം. സ്വർഗരാജ്യം കത്തി പടരണം. ഹല്ലേലൂയ.